മറ്റൊരു വാർത്തയിലേക്കാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വഖഫ് ബോർഡ് നിലപാടിനെതിരെ ഫറൂഖ് കോളേജ് നൽകിയ കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് വാദം കേൾക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് എരഞ്ഞിപ്പാലത്തെ വഖഫ് ട്രൈബ്യൂണൽ കോടതിയാണ് കേസ് പരിഗണിക്കുക. മുനമ്പത്തെ വഖഫ് ഭൂമിയാണെന്ന വഖഫ് ബോർഡ് ഉത്തരവിനെതിരെയും രജിസ്റ്റർ ചെയ്ത നടപടിക്കെതിരെയുമാണ് ഫറൂഖ് കോളേജിന്റെ കേസ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും കെ പ്രശാന്താണ് ചേരുന്നത്. പ്രശാന്ത്, ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുകയാണ്. ആവശ്യമായ രേഖകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ളൊരു ഒരുക്കത്തിൽ തന്നെയാണ് ഫറൂഖ് കോളേജ് വഖഫ് ബോർഡ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? മുനമ്പത്തെ ഭൂമിയും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വലിയ തർക്കമാണ് ഇപ്പോൾ സംസ്ഥാനത്താകെ തന്നെ നിൽക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായി വരുന്നുണ്ട്. ലീഗ് ഈ നീക്കത്തെ പിന്തുണച്ചു വരുന്നു. ഒപ്പം തന്നെ അതേസമയം തന്നെ അത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കം മുന്നോട്ട് വെക്കുന്നു. UDF-ലടക്കം ഈ വിഷയത്തിൽ ഭിന്നത നിൽക്കുന്നു. UDF കൂടിയാലോചിച്ചല്ല ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ലീഗിന്റെ ചില നേതാക്കളടക്കം മുന്നോട്ട് വെച്ചത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കേസ് ഇപ്പോൾ നിലവിൽ ട്രിബ്യൂണൽ പരിഗണിക്കുന്നത്. വഖഫ് ഭൂമിയാണെന്ന തരത്തിൽ വഖഫ് ബോർഡിന്റെ നിലപാടിനെതിരെയാണ് ഫറൂഖ് കോളേജ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. അതിനുശേഷം അത്തരത്തിൽ ഫറൂഖ് കോളേജ് വരുന്നു. അതിനുശേഷം മറ്റു ചില കക്ഷികൾ കൂടി വന്നതോടെയാണ് കഴിഞ്ഞ തവണ ഈ കേസ് മാറ്റിവെച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും പരിഗണിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ ഹർജി നൽകിയ ആളുകൾ കൂടുതൽ തെളിവുകൾ നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അത് പരിശോധിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിടുക്കപ്പെട്ട ഇക്കാര്യത്തിൽ ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും ആവില്ല. കാരണം അത്രയധികം വിവാദമായതും ഒപ്പം തന്നെ വർഷങ്ങൾ പഴക്കമുള്ളതുമാണ്. 1948 ഈ ഭൂമി ഫറൂഖ് കോളേജിന്റെ മുന്നിലേക്ക് വരുന്നത്. അവിടെ നിന്ന് പിന്നീട് വലിയ രീതിയിൽ ഇടപെടലുകൾ ഫറൂഖ് കോളേജിന്, അതായത് ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൊടുക്കുന്നത് തന്നെ ഫറൂഖ് കോളേജിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംവിധാനം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഭൂമി കൊടുക്കുന്നത്. ആ ഭൂമിയാണ് പിന്നീട് ഫറൂഖ് കോളേജ് ആ ഭൂമി കൃത്യമായി സംരക്ഷിച്ചു പോന്നിരുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലുള്ള ആരോപണം. പിന്നീട് ഈ ഭൂമി അത് നോക്കാൻ ഏൽപ്പിച്ച ആളുകൾക്ക് പവർ ഓഫ് അറ്റോർണിയായി നൽകുന്നു. ആ സമയത്താണ് ഇതിനകത്ത് കയ്യേറ്റം ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായി നിൽക്കുന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് ഏത് തരത്തിൽ ആർക്കാണ് ഈ ഭൂമി സംബന്ധിച്ച അവകാശം എന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് പ്രധാനമായി നിൽക്കുന്നത്. ഏതായാലും ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഫറൂഖ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട രംഗത്തെത്തിയിരിക്കുന്നത്. 2018 ഈ ഫറൂഖ് കോളേജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നടപടി വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നെങ്കിലും പക്ഷേ 2023 ഇതുമായി ബന്ധപ്പെട്ട ഫറൂഖ് കോളേജ് കോടതിയെ സമീപിക്കുകയും തുടർ നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ 2007 VS അച്യുതാനന്ദൻ, ഈ തർക്കമുണ്ടായ സമയത്ത് VS അച്യുതാനന്ദൻ സർക്കാർ ഒരു കമ്മീഷൻ വെച്ചിരുന്നു. ആ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ തുടക്കം അല്ലെങ്കിൽ തുടർച്ചയാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾ എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഇതിനോടൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ശരി, വ്യക്തമാണ് പ്രശാന്ത്. ഏതായാലും ഇന്ന് ഏറെ നിർണായകം തന്നെയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വഖഫ് ബോർഡ് നിലപാടിനെതിരെ ഫറൂഖ് കോളേജ് നൽകിയ കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് വാദം കേൾക്കുകയാണ്. കെ പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.